വിയർപ്പ് മൂലം ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ചൂടുകുരു, സ്കിൻ അലർജികൾ ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മട്ടി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഗുണങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് മട്ടി എടുത്തിട്ട് ഇതുപോലെ നല്ല വെള്ളത്തിലൊന്ന് കഴുകി നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ പയറുപൊടിയൊക്കെ കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ പണ്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പയറുപൊടിയൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കഴുകുമ്പോൾ നമുക്ക് ആ ഒരു പത പോലെ വരുന്ന ആ ഒരു സംഭവം കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ വരും. ഇത് ശരിക്കും പറഞ്ഞാൽ പയറുപൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മൾ ആ ഓയിൽ കളയാൻ വേണ്ടിയിട്ട്, എണ്ണമയം കളയാൻ വേണ്ടിയിട്ടാണ്. സ്കിൻ കുറച്ച് സോഫ്റ്റും ആവും, അതിന് വേണ്ടിയിട്ടാണ് പയറുപൊടി ചേർക്കുന്നത്. പക്ഷേ നമ്മൾ മട്ടി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമ്മൾ സ്കിന്നിലൊക്കെ കഴുകി കഴിയുമ്പോഴേക്കും ശരിക്കും നമ്മുടെ നാച്ചുറലായിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് സ്കിന്നിൽ ഉണ്ടാവുകയും ചെയ്യും. ആ എണ്ണമയം സ്കിന്നിൽ നിലനിർത്തുകയും ചെയ്യും. അഴുക്കുകളൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യും. അതുമാത്രമല്ല, സ്കിന്നിലുള്ള എല്ലാ തരത്തിലുള്ള അലർജികളും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും. നമുക്ക് 1-2 യൂസിലോട് കൂടി തന്നെ ശരിക്കും ചൂടുകുരു, സ്കിൻ റാഷസ്, പലതരത്തിലുള്ള സ്കിൻ റാഷസ് ഉണ്ടല്ലേ, അതെല്ലാം നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. മാത്രമല്ല, നമുക്ക് മട്ടി കൊണ്ടുള്ള വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് നാൾ കണ്ടിന്യൂസ് ആയിട്ട് മട്ടി ഉപയോഗിക്കുമ്പോൾ സോറിയാസിസ് പോലുള്ള വലിയ അസുഖങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ ഭേദപ്പെടുന്ന കാണാം. അപ്പോൾ ഇതാണ് മട്ടി എന്ന് പറയുന്നത്. ഒരു ഡാർക്ക് ചോക്ലേറ്റ് കളറാണ് മട്ടി. ശരിക്കും എന്താണ് മട്ടി എന്നുള്ളത് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഒരുപാട് കൂടുതൽ പ്രചാരം കിട്ടുന്ന ഒരു കാര്യമാണ്. നാച്ചുറലായിട്ടൊരു മോയ്സ്ചറൈസറാണ് മട്ടി. നമുക്ക് നാടൻ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് മട്ടി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിന് മട്ടി എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പല ആൾക്കാർക്കും സ്കിന്നിൽ പലതരത്തിൽ അലർജികൾ ഉണ്ടാവാം. അതുപോലെ വിയർപ്പ് തങ്ങി നിൽക്കുന്ന മൂലം ഉണ്ടാവുന്ന ചൂടുകുരു, അല്ലെങ്കിൽ വേറെ എന്താ പറയുക, ചുണങ്ങ് പോലുള്ള അവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ മട്ടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കൂടെ നമ്മൾ പറയാം. മട്ടി സാധാരണയായിട്ട് നമുക്ക് കിട്ടുക നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ആട്ടുന്ന മില്ലിലൊക്കെയാണ്. അവിടെ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് തന്നെയാണ് മട്ടി വാങ്ങുക കേട്ടോ. അപ്പോൾ അത്രയും നല്ല ഗുണങ്ങളുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ആട്ടുന്ന മില്ലിൽ നമ്മൾ പിണ്ണാക്കൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ മട്ടിയും കിട്ടും. ഇത് നമ്മൾ അതുപോലെ തന്നെ കുറച്ച് ബൾക്കായിട്ട് മട്ടി എടുത്തു വച്ചിട്ടുണ്ട്. ഇത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഡ്രൈ ആയി പോകും, ഈ ഒരു ചൂടുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാം. അപ്പോൾ ഇത് കുറേശ്ശായിട്ട് എടുത്ത് നമുക്ക് റോ ആയിട്ട്, അതായത് നാച്ചുറലായിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. കുളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യാം. നല്ലൊരു എഫക്റ്റാണ്. നമ്മൾ കുറേ നാൾ മോയ്സ്ചറൈസിങ് ക്രീം എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത്, അത് കുറേ നാൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന റിസൾട്ട് 1-2 യൂസ് കൊണ്ട് മട്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ കൂടുതലും നമ്മൾ എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണിത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡൗട്ട് സ്വാഭാവികമായിട്ട് വരാം, ഇത് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ എണ്ണമയം സ്കിന്നിൽ, മുഖത്താണെങ്കിലും കൈകളിലാണെങ്കിലും കൂടുതൽ എണ്ണമയം ഉണ്ടാവുമോ എന്ന് ചോദിക്കാം. പക്ഷേ ഒന്നുമില്ല. കാരണം ഇത് കഴുകി കളയുമ്പോൾ സോപ്പ് വെച്ച് കഴുകി കളയുന്നൊരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലേക്ക് ആ ഒരു എണ്ണമയം നാച്ചുറലായിട്ട് സ്കിന്നിലേക്ക് ചേരുകയും ചെയ്യും, ആവശ്യത്തിന് മാത്രം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച പോലെ തന്നെ ഒരു ചോക്ലേറ്റ് ഒക്കെ ഇരിക്കുന്ന പോലെ അത്രയും ഇങ്ങനെ കുഴമ്പ് രൂപത്തിലൊക്കെ ഇരിക്കുന്നൊരു കുറച്ച് എന്താ പറയുക, കുറച്ച് ലിക്വിഡ് ഫോമിലൊക്കെ ഇരിക്കുന്ന ഒരു കാര്യമാണ് മട്ടി. അതുകൊണ്ട് നമുക്ക് കളിയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഡെയിലി ഇത് യൂസ് ചെയ്യുമ്പോൾ എഫക്റ്റ് ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ നമുക്കങ്ങനെ എപ്പോഴും അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോപ്പിൻ്റെ ഫോമിലേക്ക് ആക്കാം. കാരണം സോപ്പ് എന്ന് പറയുന്നത് തന്നെ സ്കിൻ കുറച്ചും കൂടെ നല്ലതാവാനും നന്നായിട്ട് ചെളി പോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മട്ടി ഉപയോഗിക്കുമ്പോൾ അതിന് ഇരട്ടി എഫക്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ സോപ്പ് ബേസും കൂടെ എടുക്കുന്നുണ്ട്. നമുക്കൊരു മട്ടി സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സോപ്പ് ബേസ് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇതുപോലെ സോപ്പ് ബേസിനെ പറ്റി, അതിൻ്റെ അളവിനെ പറ്റിയും അതിൻ്റെ വിലയെ പറ്റിയും എവിടെ നിന്നാണ് വാങ്ങിക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പും 2-3 സോപ്പിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് റിപ്പീറ്റായിട്ട് ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നില്ല. ആർക്കെങ്കിലും സോപ്പ് ബേസിനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി. അതുപോലെ സോപ്പ് ബേസ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം. അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ
ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് നമ്മൾ ചുറ്റിനും വെള്ളം വെച്ചിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക. സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്ത് വരാനായിട്ടൊരു 10 മിനിറ്റെങ്കിലും മിനിമം വേണം. അതുപോലെ മെൽറ്റ് ചെയ്ത സോപ്പ് ബേസ് പെട്ടെന്ന് തന്നെ തിരിച്ച് ഹാർഡ് ഫോമിലേക്ക് ആവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അല്ലെങ്കിൽ 2-3 മിനിറ്റിന് ഉള്ളിൽ തന്നെ നന്നായിട്ട് ഈ പറഞ്ഞ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇത് മിക്സ് ചെയ്തിട്ട് സോപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മട്ടി കൊണ്ട് സോപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടിയും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് സോപ്പ് ബേസ് ഉണ്ടാക്കാനുള്ള മോൾഡും എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഓരോന്നും പിന്നെയും റിപ്പീറ്റായിട്ട് ഈ 2 കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ 2-3 മിനിറ്റിനകം ഈ മെൽറ്റ് ചെയ്ത സോപ്പ് ബേസ് പിന്നെയും തിരിച്ച് ആ ഹാർഡ് ഫോമിലേക്ക് തന്നെ ആയിപ്പോവും. അതുപോലെ സോപ്പിൻ്റെ മോൾഡ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. പല ടൈപ്പുള്ള മോൾഡുകൾ കിട്ടും. അത് നമുക്ക് സോപ്പായിട്ട് തിരിച്ച് നമുക്ക് വേർപെട്ടെടുക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ പല റേറ്റൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാനൊക്കെ ആണെങ്കിൽ പേപ്പർ കപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പേപ്പർ കപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് 2 മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ റീയൂസ് ചെയ്തെടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒന്നും കൂടെ പേപ്പർ കപ്പ് റീയൂസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ മെൽറ്റ് ചെയ്ത സോപ്പ് ബേസ് ഉടനെ തന്നെ നമ്മൾ മട്ടി എടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് മിക്സ് ചെയ്യുക. ഞാനിവിടെ 200 ഗ്രാം സോപ്പ് ബേസാണ് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ട് അതിൻ്റെ 1/4 ഭാഗം മട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുക്കുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ 2-3 മിനിറ്റിനകം നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇല്ലെങ്കിൽ അത് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ചൂടാക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. മട്ടി ഉപയോഗിക്കാനുള്ളൊരു വേഷം മാത്രമാണ് ഞാൻ പറഞ്ഞ സോപ്പ് ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്ക് റോ ആയിട്ട് മട്ടി അങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് സോപ്പായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ മട്ടി ഒരു ഹാർഡ് ഫോമിലിരിക്കുന്നൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം മിക്സിങ്ങിൽ ഇച്ചിരി പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ബബിൾസും കാര്യങ്ങളൊക്കെ കൂടുതൽ വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ മോൾഡിലേക്കോ പേപ്പർ കപ്പിലേക്കോ ഇത് ഒഴിച്ച് വയ്ക്കുക. മാത്രമല്ല തീരെ ചെറിയ കുട്ടികൾക്ക്, ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പലപ്പോഴും കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ പയറുപൊടി അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചേർത്ത് ആയുർവേദ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ കുളിപ്പിക്കാറൊക്കെ ഉണ്ട്. അവരെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാനും കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ മോയ്സ്ചറൈസിങ് ആയിട്ട് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പണ്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മട്ടി. കാരണം കെമിക്കലൊന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ് മട്ടി. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ മട്ടി നാച്ചുറലായിട്ട് മട്ടി മാത്രമായിട്ട് ഉപയോഗിക്കാം. ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇതുപോലെ സോപ്പായിട്ട് ഉപയോഗിക്കാം. മോൾഡിലാക്കിയ ശേഷം നമ്മളൊരു 1 അവർ അങ്ങനെ തന്നെ 1 മണിക്കൂർ അങ്ങനെ തന്നെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതൊന്ന് ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വേർപെട്ടെടുക്കണമെങ്കിൽ, അതായത് പേപ്പർ കപ്പിൽ നിന്ന് ഈ ഒരു സോപ്പ് വേർപെട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ 2 മെത്തേഡുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു പേപ്പർ കപ്പ് കട്ട് ചെയ്തെടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂർ കൂടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വേർപെട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വേർപെട്ട് ഇങ്ങനെ കിട്ടും. നമ്മൾ കയ്യിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സോപ്പ് ബേസും നമ്മുടെ സോപ്പും ഒക്കെ വെച്ചിട്ട് ഇനിയും റീയൂസ് ചെയ്ത് പേപ്പർ കപ്പ് ഉപയോഗിച്ചിട്ട് റീയൂസ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം പേപ്പർ കപ്പ് പിന്നെ മുറിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ തന്നെ ടാപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും അത് വിട്ട് കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ പേപ്പർ കപ്പ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സോപ്പ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ചൂടുകുരുവൊക്കെ വരുന്നത് കൂടുതൽ ഈ ചൂട് കാലത്താണല്ലോ. അപ്പോൾ ചൂടുകുരു മാത്രമല്ല, സ്കിൻ അലർജിയും സ്കിന്നിലുള്ള പല പല റാഷസ്, പല കുരുക്കളും പിന്നെ പല പാടുകളും, നമ്മൾ ഈ എന്താ പറയുക ചിക്കൻ ബോക്സ് ഒക്കെ വന്ന പാടുകൾ, അതുപോലെ ഉള്ള പലതരത്തിലുള്ള പാടുകളുണ്ടല്ലോ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്നത്, അതെല്ലാം മാറാനും ചുണങ്ങ് അങ്ങനെയുള്ള പലതരത്തിലുള്ള പാടുകൾ മാറാനും ഒക്കെ മട്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലതാണ്. ഒത്തിരി നാൾ മട്ടി ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സോറിയാസിസ് പോലുള്ള വലിയ സ്കിൻ ഡിസീസസ് ഒക്കെ നന്നായിട്ട് മാറുന്നതാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് നല്ല ഈസി ആയിട്ട് നാച്ചുറലായിട്ടൊരു മോയ്സ്ചറൈസർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് മട്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും സ്കിന്നിന് ഒത്തിരി നല്ലതായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ആണെങ്കിലും ഒത്തിരി അങ്ങ് പ്രചാരത്തിൽ വന്നിട്ടില്ലാത്തൊരു കാര്യമാണ്.
ഞാൻ ഇതിനു മുമ്പ് തന്നെ ഒരു മട്ടിയുടെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. മട്ടി സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ തന്നെയാണ്. പക്ഷേ അതിലും പല ആൾക്കാരും ചോദിച്ചായിരുന്നു മട്ടി എന്താണ്. പക്ഷേ ഞാൻ അതിനകത്ത് ക്ലിയർ ആയിട്ട് മട്ടി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും മട്ടി സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഇതുപോലത്തെ ഓർഗാനിക് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഗാനിക് പ്രൊഡക്ട്സ് നാച്ചുറൽ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് കയറി അതിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ ദൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്തിടുകയും ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ.